ശക്തമായ കാറ്റിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലേക്ക് വീണാണ് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം നിലച്ചത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങിക്കിടന്നത്. പാൽച്ചുരം ഒന്നാം വളവിന്റെ താഴെ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. കണ്ണൂർ വയനാട് പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചുരം ഒന്നാം വളവിൽ മണ്ണിടിഞ്ഞതോടെ പേരിയ ചുരം വഴി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടാണ് പ്രതിസന്ധി പരിഹരിച്ചത്. കോഴിക്കോട് വിലങ്ങാട് പുല്ലുവ പുഴയിലും വാണിമേൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നു. വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിൽ മുങ്ങി. വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്നാണ് സൂചന. കോഴിക്കോട് കുറ്റ്യാടിയിലും മഴ വലിയ നാശമാണ് വിതച്ചത്. കുറ്റ്യാടി ചുരം റോഡിൽ മുളവട്ടത്ത് റോഡിലേക്ക് മരം വീണ ഇലക്ട്രിക് ലൈൻ പൊട്ടി. മൊയിലോത്രയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. ഇടുക്കിയിൽ പേമാരി ഇന്നും കനത്ത നാശം വിതച്ചിരിക്കുകയാണ്. കരുണാപുരത്ത് വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. തണ്ണിപ്പാറ മലംകോട്ടയ്ക്കൽ രവീന്ദ്രൻ നായരുടെ വീട് ഭാഗികമായി തകർന്നു. കുടുംബാംഗങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അടിമാലി കുരിശുപാറയിൽ കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് 4 സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. അടിമാലി സൗത്ത് കൈതച്ചാൽ റോഡിൽ പാറക്കല്ലുകൾ റോഡിലേക്ക് അടർന്നു വീണും അപകടമുണ്ടായി. പ്രദേശത്ത് നിലവിൽ കാൽനട യാത്ര പോലും സാധ്യമല്ല. നേര്യമംഗലം സംസ്ഥാന പാതയിൽ പനംകുട്ടി പാബ്ല കവലയ്ക്ക് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം പറവൂർ വടക്കേക്കരയിൽ മരങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. വടക്കേക്കര കറുകശ്ശേരി അനിൽകുമാറിന്റെ വീട്ടിലേക്കാണ് മരങ്ങൾ വീണത്. നെടുമ്പാശ്ശേരി കാലടി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിൽ മരമൊടിഞ്ഞു വീണു. വാഹനത്തിനുള്ളിൽ യാത്രക്കാരില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പാലക്കാട് തൃത്താല മേഖലയിലെ കനത്ത മഴയിൽ തിരുമിറ്റക്കോട് തോണിക്കടവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളം കയറി. പ്രദേശത്തെ മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ്. പലയിടത്തും കൃഷി നശിച്ചു. പട്ടിത്തറയിൽ മരം വീണ വീടിന്റെ മേൽഭാഗം ഭാഗികമായി തകർന്നു. തിരുമിറ്റക്കോട് പെരിങ്ങണ്ണൂരിൽ കനത്ത മഴയിൽ വീടിന്റെ അടുക്കള ഭാഗവും തകർന്നു. തിരുവനന്തപുരം വിഴിഞ്ഞത്തും വൻമരം കടപുഴകി വീണു. വിഴിഞ്ഞം സ്വദേശി പ്രതാപചന്ദ്രൻ നായരുടെ വീട്ടിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.